friends, it's me Ashu. Welcome back to Life with Ashu. Today we're going to Aldar Island. So let us explore the beach. ഫ്ലാറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ബീച്ചിൽ ഇറങ്ങാൻ ആവശ്യമായ ഡ്രസ്സുകളും ടവലും ഒക്കെ എടുത്തിട്ടാണ്, അതുപോലെ തന്നെ സൺസ്ക്രീമും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആഷുമോൾ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പെട്ടിയൊക്കെ തന്നെ കുറച്ച് നേരം എടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടിയൊക്കെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ആഷുമോൾ ഓട്ടം തുടങ്ങി. അപ്പോൾ നമ്മൾ നമ്മുടെ കാറിനടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മളിനി നമ്മുടെ ട്രാവൽ ആരംഭിക്കുകയാണ്. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അൽദാർ ഐലൻഡ്. നമ്മൾ അൽദാർ ഐലൻഡിലോട്ടാണ് പോകുന്നത്. അത് അടിപൊളിയാണ്, നല്ല ബീച്ചൊക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐലൻഡാണത്. അപ്പോൾ അൽദാർ ഐലൻഡിൽ പോകാനായിട്ട് നമ്മളിപ്പോൾ ആദ്യം എങ്ങോട്ടാണ് പോകേണ്ടത്? നമ്മൾ ആദ്യം പോകേണ്ടത് സിത്ര, അതായത് നമ്മളിപ്പോൾ ജുഫേറിയിൽ നിന്ന് സിത്രയ്ക്ക് പോകും. സിത്രയിലാണ് സിത്രയിൽ നിന്ന് നമ്മൾ ബോട്ടിൽ ഒരു 20 മിനിറ്റ്സ് ട്രാവൽ ഉണ്ട് ഐലൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അത് അവിടെ വന്നിട്ട് നമ്മുടെ അവിടുത്തെ നേവിയുടെ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ആണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട്, വിസ കോപ്പി എല്ലാം വേണം. അതെല്ലാം അവർ വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഐലൻഡിലോട്ട് പോകാൻ സമ്മതിക്കുള്ളൂ. അത് അവരുടെ തന്നെ ബോട്ടുണ്ട്. ആ ബോട്ടിൽ ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് ട്രാവൽ ഉണ്ട് അവിടെ നിന്ന്. പിന്നെ അവിടെ നമുക്ക് ഫുഡ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ അവൈലബിൾ ആണ്. അത് റിസോർട്ട് പ്ലസ് ഐലൻഡ് ആണത്. അപ്പോൾ സ്റ്റേയും ഉണ്ട്. നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡേയിൽ നമുക്ക് ടൈം അവിടെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് അത്. ബ്യൂട്ടിഫുൾ ബീച്ചസ് ആണത്. ഭയങ്കര മനോഹരമായിട്ടുള്ള ബീച്ച്. ഇഷ്ടംപോലെ ഫോറിനേഴ്സും ഒക്കെ വരുന്ന നല്ല രസമുള്ള ഒരു ബീച്ചാണ്. ഓക്കെ, പാഷനെല്ലാം മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് സിത്രയിലുള്ള അൽദാർ ഐലൻഡിലേക്ക് പോകാനുള്ള ഓഫീസ്. ഈ ഓഫീസിൽ നമ്മൾ വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അവർ നമുക്കൊരു ബോട്ട് നമ്പറും അതുപോലെ തന്നെ ID കാർഡും ID ബാൻഡും തരും. അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നെ നമുക്ക് അലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ടേൺ ആകുമ്പോൾ ഓഫീസിൽ നിന്ന് അവർ നമുക്കൊരു വെഹിക്കിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ വെഹിക്കിളിൽ ഓരോ ബോട്ടിലേക്കുള്ള ആളുകളെ ബോട്ട് ജെട്ടിയിലേക്ക് അവർ കൊണ്ടുപോകും. ഓഫീസിൽ നിന്നും ബോട്ട് ജെട്ടി വരെയാണ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ അവൈലബിൾ ആയിട്ടുള്ളത്. അവർ നമ്മളെ ബോട്ട് ജെട്ടിയിൽ കൊണ്ടുവന്ന് എത്തിക്കും. അപ്പോൾ നമ്മുടെ ബോട്ട് അവിടെ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ബോട്ട് ജെട്ടിയിൽ എത്തിയിട്ടുണ്ട്. ജെട്ടിയിൽ നിന്ന് നമ്മൾ നേരെ ബോട്ടിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അവിടെ നമ്മുടെ ബോട്ട് ഒരു സ്പീഡ് ബോട്ട് പോലെയാണ്. അപ്പോൾ അതിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകൾക്കുള്ള സീറ്റ്സേ ഉള്ളൂ. അതിലേക്കാണ്